അപ്പം കേക്കറോടെ കേട്ടോ, ഇന്ന് വർക്കിന് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഇപ്പം മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ചേട്ടന്മാർ വഴിയിൽ നിന്നിട്ട് എന്തോ ചെത്തിപ്പറിക്കുന്ന കേട്ടാണ് ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ നോക്കുമ്പോൾ എന്താ നമ്മുടെ ആട്ടിൻകാൽ കിഴങ്ങ്. ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തപ്പി നടന്ന സാധനമാണ്. അപ്പോൾ അവരത് വൃത്തിയാക്കുവാണ്. വളരെ ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് കേട്ടോ ഈ ആട്ടിൻകാൽ കിഴങ്ങെന്ന് പറയും. ഈ ആട്ടിൻകാൽ കിഴങ്ങെന്ന് തമിഴ്നാട്ടുകാരാണ് പറയുന്നത്. നമ്മളിവിടെ അണ്ണാൻ പച്ച, പന്നിപ്പച്ച, മരപ്പച്ച, ആനമഷി, മരപ്പച്ച എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ മരപ്പച്ച എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഇല വരുന്നത്. ഈ സാധനം നിങ്ങളുടെയൊക്കെ പറമ്പിലോ അല്ല വഴി സൈഡിലൊക്കെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഈ സാധനം ഉപേക്ഷിക്കില്ല. അത്രയ്ക്ക് ഗുണം ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് ഈ ഒരു പരുവാകുമ്പോഴാണ് ഇവരുടെ കിഴങ്ങ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇലയെല്ലാം ഉണങ്ങി ആ ഒരു മരത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഓരോ ഇലകളിങ്ങനെ ഉണങ്ങി പൊടിഞ്ഞ് വീഴുന്ന ഒരു സമയമാണ് ഇതിൻ്റെ കിഴങ്ങുകൾ മൂത്ത് നിൽക്കുന്ന ഒരു പ്രായം. അതുപോലെ അവർക്ക് ഏകദേശം ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ അവർ ഇത്ര ചെയ്തെടുത്തേക്കുന്നത്. ഏകദേശം ഒരു 10 കിലോയ്ക്ക് മേളിൽ അവർക്ക് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 4000-ന് മുകളിൽ അസുഖങ്ങൾക്ക് പറ്റുന്ന മരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമ്മുടെ നാഡീ നരമ്പുകളുടെ ബലക്കുറവിന് പറ്റിയ ഒരു മരുന്നാണ്. ഇതിങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നത് കേട്ടോ. ഓരോ ഇലകളും ശ്രദ്ധയോടെ ഇങ്ങനെ വെട്ടി എടുത്തിട്ടാണ് കിഴങ്ങ് അതിനകത്ത് നിന്ന് എടുക്കുന്നത്. ഏകദേശം ഒരു മൂടി തന്നെ ഏകദേശം ഒരു 1/4 കിലോയ്ക്ക് മേളിൽ കിഴങ്ങ് കിട്ടും നമുക്ക്. ഭയങ്കര ഔഷധ ഗുണമാണ്. നമുക്ക് പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു ഒരു ചെടിയാണ് ഈ സാധനം കേട്ടോ. ഈ ഒരു മരത്തിൽ നിന്നാണ് അവർ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഫുള്ള് എടുത്തിട്ടുണ്ട്. മരം നമുക്ക് തണൽ മാത്രമല്ല, തണലും തടിയും മാത്രമല്ല നമുക്ക് മരം തരുന്നത്. ഇതുപോലുള്ള ഔഷധ സസ്യങ്ങളെ നമുക്ക് മരം തരുന്നുണ്ട്. ഇത് കൂടുതൽ ഈർപ്പം ഉള്ള സ്ഥലങ്ങളായിരിക്കും കൂടുതലുണ്ടാകുന്നത് കേട്ടോ. മഞ്ഞ് ഈർപ്പങ്ങൾ, ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. അപ്പം പാറകളിലൊക്കെ നന്നായിട്ടുണ്ടാകും. ഉയരം കൂടിയ പാറകൾ, ചരിവുകളിലൊക്കെ നന്നായിട്ടുണ്ടാകുന്ന ഈ സാധനം കണ്ടാൽ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയല്ലേ. പറ്റിയ ഒരു പച്ച ഒരു തൈ ഇതേന്ന് പറിച്ചെടുത്ത് നിങ്ങളുടെ മരത്തേലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു കിഴങ്ങാണിത്. അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ചെടുത്ത് മേടിച്ചായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ നല്ല റേറ്റുള്ളൊരു സാധനമാണ് കണ്ടത്. ഇതിന് മണ്ണില്ല ഇതിൻ്റെ ദേഹത്ത്. കൂടുതലും ഇതുപോലെ നമ്മുടെ ആടിൻ്റെയൊക്കെ രോമം പോലെ ഇതുപോലെ രോമങ്ങളാണ് മുഴുവൻ. അങ്ങനെയാണല്ലോ ഇതിന് ആട്ടിൻകാൽ കിഴങ്ങെന്ന് പേര് വന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഞങ്ങൾ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ കുറച്ച് എടുത്തു. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് നടുക കീറിയത്, ഇഞ്ചി, കറിവേപ്പില, കൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ കുരുമുളകും മഞ്ഞപ്പൊടി, ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഗ്രാമ്പു, പട്ട, പിന്നെ പെരുംജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത്, നമ്മൾ നന്നായിട്ട് അരച്ച ആ ഒരു മിശ്രിതവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണയൊക്കെ അതിലൊന്ന് പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് ഏകദേശം 1/2 ലിറ്റർ ആകുന്നതിന് വരെ 1 മണിക്കൂർ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കഴിവതും ഇത് ഗ്യാസിൽ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വിറകടുപ്പിലാകുമ്പം 1 മണിക്കൂർ ഇരുന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ കണ്ടോ അതുപോലെ വെന്ത് കുറുകി നല്ല ഒരു തിക്കായിട്ട് വരും കേട്ടോ ആ ഒരു മിശ്രിതം. ഇനി നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചതിന് ശേഷം നമുക്കിത് കുടിക്കാമെന്നാണ് കേട്ടോ. ഒരു ചവർപ്പോ ഒന്നുമില്ല. കറക്റ്റ് നമ്മൾ വെജിറ്റബിൾ സൂപ്പ് കുടിക്കുന്ന പോലെ, അല്ല ഒരു ആട്ട് സൂപ്പ് കുടിക്കുന്ന പോലെ കുടിക്കാം. വെജിറ്റേറിയൻസിനൊക്കെ ആട്ടും സൂപ്പ് കുടിക്കാൻ പറ്റത്തില്ലല്ലോ ഇതുപോലുള്ളൊരു ഇഷ്യൂസിന്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു മരുന്നാണ് ഈ കിഴങ്ങ്.